രാവിലെ ഇഡ്ഡലി, ദോശ, പൂരി, മസാല ദോശ, ഉഴുന്നുവട, പരിപ്പുവട, പഴംപൊരി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തെക്കേനടയിൽ 25 വർഷത്തിലധികം പാരമ്പര്യമുള്ള നമ്മുടെ സ്വാമിയുടെ കട. അടിപൊളിയായിരിക്കുമല്ലോ. ഭയങ്കര തിരക്കാ ഗൈസ്, നല്ല തിരക്കാ. ഇപ്പം ചെന്നിട്ട് ഇറങ്ങി വെളിയിൽ നിൽക്കേണ്ടി വന്നു, വെയിറ്റ് ചെയ്യാ നമ്മുടെ സീറ്റിന് വേണ്ടി. ഇപ്പോൾ 4 വർഷമായിട്ട് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല. ഞാൻ 1-2 തവണ കഴിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചും കഴിച്ചിട്ടുണ്ട്. എന്നാലും അനുവേഗയുടെ അഭിപ്രായം നല്ല നല്ല കിടിലൻ ദോശ, ചമ്മന്തി, പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സാമ്പാറും. രാവിലെ വന്ന് അരി ഉഴുന്നൊക്കെ വെള്ളത്തിയിടും, പിന്നെ അത് അരച്ച് ഉഴുന്നോടെ ഉണ്ടാക്കും. പിന്നെ ഇഡ്ഡലി, പിന്നെ ദോശ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യും. സാമ്പാർ ഉണ്ടാക്കണം, ചമ്മന്തി ആകണം. അതൊക്കെ 7 മണിയാകുമ്പോഴത്തേക്കും റെഡിയാകും. ഞാൻ 10 വർഷമായി ഈ കടയിൽ വന്നിട്ട്. ഈ കടയിൽ വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദോശ, മസാല ദോശ, പൂരി, 3 ഐറ്റംസ്. എന്നാൽ 3 ഐറ്റംസ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്ത് 3 ഐറ്റംസാണുള്ളത്. മസാല ദോശ, പൂരി, ദോശ, 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയാണോ നോക്കാം. ഇവിടെ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ വെച്ചോ ചേട്ടാ. അങ്ങനെ നമ്മുടെ 3 ഐറ്റംസും വന്നിട്ടുണ്ട്. മസാല ദോശ, ദോശ, പൂരി. കണ്ടതിൽ എനിക്ക് ലുക്ക് കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ലുക്കും ഉണ്ട് കേട്ടോ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദോശ, വട, സാമ്പാർ, ചമ്മന്തിയൊക്കെയാണ്. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ആദ്യം ഏത് ട്രൈ ചെയ്യണം? മസാല ദോശ ആണോ, ദോശയാണോ, പൂരിയാണോ? ഐ പ്രിഫർ ദോശ. ഒരു രക്ഷയില്ല, സൂപ്പർ. തേങ്ങയില്ല, തേങ്ങയുടെയും കടുകിൻ്റെയൊക്കെ ആ ഒരു കൃത്യമായിട്ട് ടേസ്റ്റ് നമുക്ക് നമ്മുടെ നാവിൽ കിട്ടും. അതുപോലെ തന്നെ നല്ല എരിവുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എരിവുണ്ട്, പക്ഷേ നൈസാണ്. സാമ്പാർ വേണം ഒന്ന് പിടിച്ചോട്ടെ. അതും കൊള്ളാം, പക്ഷേ എനിക്ക് ഐ പ്രിഫർ ചട്നി. സാമ്പാറിനേക്കാൾ അടിപൊളിയായിട്ട് ഐ പ്രിഫർ ചട്നി. വടേനെ അങ്ങ് നമ്മൾ ചമ്മന്തിയിൽ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. വടയുടെ ഇഷ്ടം അടിപൊളിയാട്ടോ. പുറത്ത് ആ ലെയർ നല്ല മുരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റ്. അതേപോലെ തന്നെ ആ ഒരു അതിനകത്തൊരു ഗീയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിലുണ്ട്. രസമുണ്ട്. കൊള്ളാം, ഒരു നൈസാണ്. പക്ഷേ ഞാൻ കഴിച്ചപ്പം കിഴങ്ങറിച്ച് തണുത്ത് പോയി. ചോദിച്ചവർ തരുന്നുണ്ടോ? അതിനൊക്കെ പൂരി ഇഷ്ടപ്പെട്ടോ? ഹലോ ഗൈസ്, നമ്മൾ ദോശയും പൂരിയും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മസാല ദോശയിലേക്ക് എത്തിയിട്ടുണ്ട്. ദോശ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയണം, ഭയങ്കര സോഫ്റ്റ്. മസാലയും ആണോ, നമ്മൾ ആ മസാലയും ദോശയും കൂടെ മാത്രമായിട്ട് ട്രൈ ചെയ്യുന്നത്. രസമുണ്ട് കേട്ടോ, ഭയങ്കര കുറച്ച് എരിവുണ്ട്. ഈ മസാല നൈസ് ടേസ്റ്റാണ്. കിടിലൻ മസാല. ദോശയും നല്ല നൈസ് ദോശ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇപ്പം 3 എണ്ണം ട്രൈ ചെയ്തു. 3 എണ്ണത്തിലും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദോശ ചട്നി തന്നെയാണ് കേട്ടോ. സെക്കൻഡ് നമ്മൾക്ക് മസാല ദോശ കൊടുക്കാം. തേർഡ് പൂരി. ഫസ്റ്റ് ദോശ, സെക്കൻഡ്, തേർഡ്, അങ്ങനെയാണ്. പക്ഷെ എല്ലാം കൊള്ളാൻ കേട്ടോ. എനിക്ക് ചട്നി ഒരു രക്ഷയില്ല, അപാര ചട്നി കേട്ടോ. ചട്നി നൈസ് ചട്നി. ചായ നല്ല അടിച്ച ചായ കേട്ടോ, അപ്പോൾ അതച്ച് അടിച്ച് തന്നിട്ടുണ്ട്. ഈ ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി കടകളിലൊക്കെ നിന്ന് കിട്ടുന്ന ആ ഒരു ചായ ഫീലല്ല, നമുക്ക് പഴയ ആ ഒരു സാധനത്തിലേക്ക് ഉണ്ട്. ഇപ്പോൾ എനിക്കിത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പൂപ്പനെയൊക്കെ ഓർമ്മ വരിക. കാര്യം ആളുടെ കൂടെ പണ്ട് പെൻഷൻ മേടിക്കാനും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ചെറിയ കടകളിലൊക്കെ, നാട്ടിൻപുറത്തെ കടകളിലൊക്കെ പോയിരുന്ന് അപ്പം വാങ്ങിച്ച് തരുന്ന ആ ഒരു കാലഘട്ടത്തിലൊരു കൈൻഡ് ഓഫ് ചായ ഇല്ലേ,
ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നല്ല ദോശയും പൂരിയും ഉഴുന്നോടെയും മസാല ദോശയും ചട്നിയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നേരെ വിട്ടുള്ളൂ വൈക്കത്തിന്. ദിസ് ഈസ് ദ പ്ലേസ്. വൈക്കത്തിൻ്റെ സ്വന്തം സ്വാമിയുടെ കട.